Lord, you're holy, Lord. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മോട് പറഞ്ഞു. ദൈവത്തിൻ്റെ രാജ്യം നിശ്ചയമായും വരുമോ? ദൈവത്തിൻ്റെ രാജ്യം നിശ്ചയമായും വരും. ദൈവരാജ്യം തേജസ്സോടെ എപ്പോഴാണ് വരിക? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ദൈവരാജ്യം മഹത്വത്തോടെ വരിക. ക്രിസ്തു ഈ ഭൂമിയിൽ ഭരണം സ്ഥാപിക്കും. ഇന്ന് പലരും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശ്വസിക്കുന്നില്ല. ക്രിസ്ത്യാനികളിൽ തന്നെ പലരും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശ്വസിക്കുന്നില്ല. ക്രിസ്തുവിലും അവർ വിശ്വസിക്കുന്നില്ല. യേശുക്രിസ്തു വീണ്ടും വരികയില്ല എന്നും ദൈവത്തിൻ്റെ ഭരണം ഭൂമിയിൽ സ്ഥാപിതമാകുകയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നാൽ ദൈവം നിശ്ചയിച്ച സമയത്ത് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുകയും ചെയ്യും. പിശാച് നുണ പറയുന്നവനാണ്. യേശുക്രിസ്തു വീണ്ടും വരികയില്ല, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിവൃത്തിയാകുകയില്ല എന്ന് പറയുന്നത് പിശാചാണ്. 2 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ വായിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ പ്രാർത്ഥനയാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അത്രയും ഭാഗം നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രാർത്ഥനയിലെ അടുത്ത വരി, അങ്ങയുടെ തിരുമനസ്, അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിൻ്റെ തിരുമനസ്, ദൈവത്തിൻ്റെ തിരുഹിതം അഥവാ തിരുവിഷ്ടം സ്വർഗത്തിൽ എപ്രകാരമാണോ നിറവേറുന്നത് അപ്രകാരം തന്നെ ഈ ഭൂമിയിലും നിറവേറണം. അതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗത്തിൽ എപ്രകാരമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത്? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പൂർണമായി 100% നിറവേറുന്നു. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാറുണ്ട്, പലപ്പോഴും ഭാഗികമായാണ് നാം ചെയ്യാറ്. ഒരുപക്ഷെ 75%, 50%,
ചില കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം നാം അറിഞ്ഞാലും ഒട്ടുമേ ചെയ്യാറില്ല. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ഹിതം സ്വർഗീയ ജീവികൾ ഭാഗികമായിട്ടല്ല, പൂർണ്ണമായും ചെയ്യുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന കാര്യത്തിൽ എല്ലാ സ്വർഗീയ ജീവികൾക്കും വലിയ സന്തോഷമാണ്. സ്വർഗത്തിലുള്ളവർ ആരും തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുകയില്ല. ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. കൽപ്പന ലഭിച്ചാൽ അത് സമ്പൂർണ്ണമായും അനുസരിക്കുന്നു. സ്വർഗത്തിലെ ഏതെങ്കിലും ഒരു മാലാഖയോട് ഒരു പ്രത്യേക കാര്യം ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെട്ടാൽ സമ്പൂർണ്ണമായി ചെയ്യും. ഭാഗികമായിട്ടല്ല, പൂർണ്ണമായും ആ മാലാഖ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യും. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനപ്പുറം ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ സമ്പൂർണ്ണമായും സമാധാനവും സന്തോഷവും ഉള്ളത്. ഏറ്റവും ക്രമസമാധാനം സ്വർഗത്തിലുണ്ട്. കാരണം ഒരു സ്വർഗീയ ജീവി പോലും ദൈവഹിതത്തിനെതിരായി മത്സരിക്കുകയില്ല. ദൈവം പറയുന്നത് അനുസരിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗം ഏറ്റവും സന്തോഷമുള്ള സ്ഥലമാണ്. സ്വർഗം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഭരണത്തിൻ കീഴിലാണ്. ദൈവം അറിയാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനപ്പുറമായി അവിടെ ഒരു കാര്യവും നടക്കുകയില്ല. സമ്പൂർണ്ണമായി ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സ്വർഗം. എപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ നിറവേറുന്നുവോ അപ്രകാരം തന്നെ ഈ ഭൂമിയിലും നിറവേറണം. ഭൂമിയിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറേണ്ടത് ഭൂമിയിൽ ഇപ്പോൾ ഈ കർത്താവിനെ അറിഞ്ഞ ദൈവമക്കളിലാണ്. ദൈവത്തെ അറിയാത്തവർക്ക് ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് ബോധ്യമില്ല. ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുണ്ട്. ഭൂമിയിലുള്ള ഈ ദൈവമക്കളിലാണ് ദൈവത്തിൻ്റെ ഹിതം 100% നിറവേറേണ്ടത്. നാം പ്രാർത്ഥിക്കേണ്ടത്, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എന്നിലുമാകണം, നിങ്ങളിലുമാകണം. നമ്മുടെ ഇഷ്ടം ചെയ്യാതെ എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ വല്ല സന്തോഷം ഉണ്ടാകുമോ? പലരുടെയും സംശയം ഇതാണ്. എൻ്റെ ഇഷ്ടമൊന്നും ചെയ്യാതെ എപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വല്ല സന്തോഷവും ഉണ്ടാകുമോ? എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറിയാൽ നമുക്ക് സന്തോഷം ഉണ്ടാകുകയല്ല ചെയ്യുക. കാരണം നമുക്കാർക്കും ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും നല്ല കാര്യം, ഏറ്റവും ബെസ്റ്റ് നമുക്കറിയുകയില്ല. നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ നല്ലത് എന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് നാം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് കാര്യം ഏതാണ് എന്ന് കർത്താവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറിയാൽ മാത്രമേ യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും നമുക്ക് ലഭിക്കുകയുള്ളൂ. സ്വന്തം ഇഷ്ടം നിറവേറാനായി പ്രാർത്ഥിക്കുകയും സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ പല വഴികളിലൂടെ യാത്ര ചെയ്യുന്ന പലരെയും നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ അസ്വസ്ഥരും നിരാശരുമാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ഇതുവരെയും നിറവേറിയിട്ടില്ല. പലരും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച കാര്യം നടക്കാതാവുമ്പോൾ അവർ നിരാശിതരാകുന്നു. അതെന്തുകൊണ്ടാണ്? പലരും പ്രാർത്ഥിക്കുന്നത് സ്വന്തം പദ്ധതി വിജയിക്കാൻ വേണ്ടിയാണ്. പലരും പ്രാർത്ഥിക്കുന്നത് സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇരിക്കുന്നവനല്ല ദൈവം. സ്വന്തം ഇഷ്ടം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ഒടുവിൽ സ്വന്തം ഇഷ്ടം ദൈവം നിറവേറ്റി തരുന്നില്ല എന്ന് കണ്ടാൽ വളരെ നിരാശരായി തീരുന്ന ധാരാളം പേരുണ്ട്. പലരും വിശ്വാസം തന്നെ ത്യജിക്കുന്നവരുമുണ്ട്. എത്രയോ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യം നടന്നില്ലല്ലോ, അങ്ങനെ ദുഃഖത്തിൽ കഴിയുന്ന പലരുമുണ്ട്. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന എന്നുള്ളത് സ്വന്തം ഇഷ്ടം നിറവേറാൻ വേണ്ടി കുറേ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല യഥാർത്ഥ ക്രിസ്തീയ പ്രാർത്ഥന. നമ്മുടെ സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നാം സജ്ജരാകണം, നാം തയ്യാറാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറിയാൽ മതി, അതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം സംഭവിച്ചാലും നമുക്ക് നിരാശയില്ല.
നാം ഉദ്ദേശിച്ച പോലെ റിസൾട്ട് കിട്ടിയാലും ശരി, റിസൾട്ട് കിട്ടിയില്ല എങ്കിലും ശരി, തടസ്സമായാലും ശരി, ആരോഗ്യമായാലും ശരി, രോഗമായാലും ശരി, എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് നിരാശയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതമാണ് ഇപ്പോൾ നിറവേറിയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെങ്കിൽ പ്രാർത്ഥന ഒരിക്കലും നിരാശയിലേക്ക് നമ്മെ തള്ളിയിടുകയില്ല. കാരണം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്, ഇത് തിരുവിഷ്ടമാണ്. അത് മനസ്സിലാക്കി നന്ദിയോടെ ഏതവസ്ഥയിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. എന്നാൽ ബ്രദർ പറഞ്ഞല്ലോ, പലരും സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, നിറവേറാതെ പോകുമ്പോൾ അസ്വസ്ഥരാകുന്നു, നിരാശരാകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും പ്രാർത്ഥന നമ്മെ നിരാശയിലേക്ക് തള്ളിയിടുകയില്ല. എല്ലായ്പ്പോഴും ദൈവ ഇഷ്ടം മാത്രം ചെയ്താൽ നമ്മുടെ സ്വഭാവം സമ്പൂർണ്ണമായി മാറുമോ? നിശ്ചയമായും. സ്വന്തം ഇഷ്ടവും സ്വന്തം പദ്ധതിയും നമുക്കുള്ളത് കൊണ്ടാണ് അസ്വസ്ഥതയും വേവലാതിയും മറ്റുള്ളവർക്ക് നാം പ്രശ്നം സൃഷ്ടിക്കുന്ന മനുഷ്യരുമായി അധപതിക്കുന്നത്. സ്വർഗത്തിലുള്ള എല്ലാ സ്വർഗീയ ജീവികൾക്കും എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും സമാധാനമാണ്. സ്വർഗത്തിലുള്ള സ്വർഗീയ ജീവികളിൽ അസൂയയില്ല, വൈരാഗ്യമില്ല. ഏതെങ്കിലും ഒരു മാലാഖയോട് ഇന്ന കാര്യം ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടാൽ ആ മാലാഖ ഒരിക്കലും പരാതി പറയുകയില്ല. എനിക്ക് ദൈവം തന്ന ജോലി വളരെ കഠിനമായിപ്പോയി, മറ്റുള്ളവന് ദൈവം കൊടുത്ത ജോലി വളരെ ലഘുവാണ്, പരാതിയില്ല. അവർക്കൊക്കെ ദൈവം മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തപ്പോൾ എനിക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ദൈവം തന്നില്ല. അങ്ങനെ ദൈവത്തോട് പരിഭവം ഒരിക്കലും സ്വർഗീയ ജീവികൾക്കിടയിലില്ല. സമ്പൂർണ്ണമായി ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നത് കൊണ്ടാണ് സ്വർഗീയ ജീവികൾക്ക് സമ്പൂർണ്ണ സന്തോഷം, സമാധാനം. അവരുടെ ഇടയിൽ വൈരാഗ്യമോ വിദ്വേഷമോ മറ്റു വേണ്ടാത്ത യാതൊരു കാര്യങ്ങളുമില്ല. ഇതുപോലെ നാം എപ്പോഴും ദൈവഹിതം മാത്രം ചെയ്യുന്നവരാണ് എങ്കിൽ സ്വർഗീയ ജീവികളെപ്പോലെ നമ്മളും മാറും. വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, സ്വാർത്ഥതയില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മുടെ സ്വഭാവത്തെ സമ്പൂർണ്ണമായി മാറ്റുന്ന പ്രാർത്ഥനയാണ് ഇത്. സാധാരണയായി മനുഷ്യൻ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും ചില ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് കാര്യം നടത്തി തരിക. ബൈബിളിൽ കാണാത്ത ചില പാരമ്പര്യ ജപങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എൻ്റെ കാര്യം നടക്കണമേ, എൻ്റെ കാര്യം നടക്കണമേ, എൻ്റെ ആവശ്യം നടക്കണമേ, അങ്ങനെയൊരു ചിന്തയാണ് അത്തരം പ്രാർത്ഥനകൾ നമ്മളിൽ ജനിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന സ്വന്തം ഇഷ്ടം നിറവേറ്റാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കുറേ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് അല്ല, പിന്നെയോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മനോഭാവം മാറ്റുകയാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം മാറ്റുകയാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് കർത്താവ് മാറ്റുകയാണ്. അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവന് കുറേ കാര്യങ്ങൾ നൽകുക എന്നതിനേക്കാളും പ്രാർത്ഥിക്കുന്നവനെ സമ്പൂർണ്ണമായും മാറ്റിമറിക്കുവാൻ ശക്തിയുള്ള പ്രാർത്ഥനയാണ് ക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന. പലരും ഈ പ്രാർത്ഥന അർത്ഥമറിയാതെ അനേക തവണ ഉരുവിടുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല, നമുക്കറിയാം. പക്ഷേ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മനോഭാവം മാറും, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് നാം മരിക്കും. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ തന്നെ നിഷേധിച്ച് സ്വന്തം ക്രൂശെടുത്ത് നാൾ തോറും എന്നെ അനുഗമിക്കട്ടെ. നമുക്ക് ഒരു സ്വയം ഉള്ളത് കൊണ്ടാണ് എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കാര്യം നടക്കണം, അതിനേത് പുണ്യാളനെ വേണമെങ്കിലും വിളിക്കാം, ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോകാം എന്നൊക്കെ നാം തീരുമാനിക്കുന്നത് നമുക്ക് ഒരു സ്വയം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ക്രിസ്തു പറയുന്നു, നിങ്ങൾ തന്നെ തന്നെ നിഷേധിക്കണം. അങ്ങനെ നമ്മുടെ സ്വയത്തെ നിഷേധിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ് ഇത്.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആദ്യഘട്ടം നാം പരിശോധിച്ചാൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഒരാവശ്യം പോലും അവിടെ ദൈവത്തോട് പറയുന്നില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇത്രത്തോളമാണ് ഈ പ്രാർത്ഥനയുടെ ആദ്യഘട്ടം. പ്രാർത്ഥനയുടെ ഈ പ്രധാനമായ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഒരു കൊച്ചു ആവശ്യം പോലും ദൈവത്തോട് പറയുന്നില്ല. പിന്നെയോ ദൈവത്തിൻ്റെ രാജ്യം വരണം, ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടണം, ദൈവത്തിൻ്റെ തിരുമനസ് എന്നിൽ അഥവാ ഭൂമിയിൽ നിറവേറണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി നാം എല്ലാവരും പൂർണ്ണമായി കീഴടങ്ങണം. ഇതാണ് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം എനിക്ക് ബോധ്യമായി. സ്വന്തം ഇഷ്ടമെല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നാം ചെയ്യുമ്പോൾ അത് സമ്പൂർണ്ണമായ സമർപ്പണമാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ കീഴടങ്ങുന്ന ഒരു പ്രക്രിയ ആണ് അത്. നേരെ മറിച്ച് എൻ്റെ ഇഷ്ടം നിറവേറ്റി തരണമേ, എൻ്റെ ഇഷ്ടം നിറവേറ്റി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ എൻ്റെ ഇഷ്ടം നിറവേറ്റി തരികയും ചെയ്താൽ നാം ദൈവത്തിന് കീഴടങ്ങുന്നവരായി മാറുകയില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ് നാം ദൈവത്തിന് മുമ്പാകെ കീഴടങ്ങുന്ന ഒരു ജീവിതത്തിലേക്ക് എത്തുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഇക്കാര്യം തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നു. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കാനായി നമ്മോട് പഠിപ്പിച്ച ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവത്തിന് കീഴടങ്ങേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയം അടുത്തപ്പോൾ ക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ്. വരാനിരിക്കുന്ന വലിയൊരു പരിശോധന, അത് ഏറ്റവും വേദന നിറഞ്ഞതാണ്. പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരണം. എന്നാൽ ഉടനെ തന്നെ പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണം. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ഏറ്റവും വേദനയുള്ള കുരിശുമരണം ക്രിസ്തു തിരഞ്ഞെടുക്കുകയാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി. അങ്ങനെ സ്വന്തം ഹിതം ക്രിസ്തു മാറ്റിവെച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റി. ഇങ്ങനെ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയ ക്രിസ്തു നമ്മോട് പറയുകയാണ്, നിങ്ങളും ഈ മനോഭാവമുള്ളവരായിരിക്കണം. നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടം നിവർത്തിക്കുവാനായിരിക്കരുത്, സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം. അതിനു വേണ്ടിയായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ പല പാരമ്പര്യ ജപങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ നമുക്ക് താല്പര്യം വരുത്തുന്ന പ്രാർത്ഥനകളല്ല അത്. ഇവിടെ ആവശ്യം പറയുക, ഇവിടെ ആവശ്യം പറയുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയുണ്ടാക്കിയ പല പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ സ്വാർത്ഥത വർദ്ധിക്കും. നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്നവരായി മാറുകയില്ല. മറിച്ച് എങ്ങനെയെങ്കിലും എനിക്ക് ദൈവത്തിൽ നിന്ന് കാര്യം നേടിയെടുക്കണം, എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കാര്യം നടക്കണം, അങ്ങനെ ഒരു തെറ്റായ ചിന്തയാൽ നാം സ്വാധീനിക്കപ്പെടുന്ന പല ജപങ്ങളുടെയും കൂട്ടത്തിൽ ഒരെണ്ണമായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെ നാം ഒരിക്കലും പരിഗണിക്കാൻ പാടില്ല. യേശു ക്രിസ്തു എപ്പോഴെങ്കിലും സ്വന്തം ഇഷ്ടം ചെയ്തിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പോലും ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ സ്വന്തം ഇഷ്ടം ചെയ്തിട്ടില്ല. സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒരത്ഭുതവും ചെയ്തില്ല. സ്വന്തം ഇഷ്ടത്തിന് ഒന്നും സംസാരിച്ചില്ല, പ്രവർത്തിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യത്തിൽ, യോഹന്നാൻ 5:30, സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവകവുമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ക്രിസ്തു പറയുകയാണ്, സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. മറിയത്തിൻ്റെ ഇഷ്ടമാണോ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ യേശു ചെയ്യുക? പലരും ചിന്തിക്കാറുണ്ട്,
മറിയത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. കാരണം കാനായിലെ കല്യാണത്തിന് മറിയം പറഞ്ഞതുകൊണ്ടാണല്ലോ യേശു വെള്ളം വീഞ്ഞാക്കിയത്. അതുകൊണ്ട് മറിയം എന്തു പറഞ്ഞാലും മറിയത്തിൻ്റെ ഇഷ്ടം ഒരിക്കലും യേശുക്രിസ്തു തള്ളിക്കളയുകയില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച പല വ്യക്തികളും ഇന്ന് ഇവിടെയുണ്ട്. എന്നാൽ ക്രിസ്തു പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടം പോലും ചെയ്യാനല്ല വന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് മറിയത്തിൻ്റെ ഇഷ്ടം ചെയ്യുക? എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാനായിലെ കല്യാണത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3 മുതൽ അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇവിടെ ശ്രദ്ധിക്കുക, യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ യേശു പറയുകയാണ്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഏത് സമയത്തിന് വേണ്ടിയാണ് യേശു വെയിറ്റ് ചെയ്യുന്നത്, കാത്തിരിക്കുന്നത്? പിതാവിൻ്റെ അനുവാദം കിട്ടിയാൽ മാത്രമേ, സ്വർഗീയ പിതാവിൻ്റെ അനുവാദം കിട്ടിയാൽ മാത്രമേ യേശുവിന് അവിടെ വെള്ളം വീഞ്ഞാക്കുവാൻ സാധിക്കുകയുള്ളൂ. കേവലം മറിയം പറഞ്ഞു എന്നതുകൊണ്ട് ഒരിക്കലും യേശു അത്ഭുതം പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ടാണ് എൻ്റെ സമയമായിട്ടില്ല എന്ന് ക്രിസ്തു പറയുന്നത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ യേശുവിന് പിതാവായ ദൈവത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചു, സമയം വന്നിരിക്കുന്നു, ഇപ്പോൾ നീ വെള്ളം വീഞ്ഞാക്കണം. മറിയം ആദ്യം ആവശ്യപ്പെട്ട സമയത്ത് നാഴിക വന്നിട്ടുണ്ടായിരുന്നില്ല, സമയം വന്നിരുന്നില്ല. എന്നാൽ പിന്നീട് പിതാവായ ദൈവത്തിൻ്റെ അനുവാദം കിട്ടിയപ്പോൾ സമയം വന്നു. അപ്പോൾ ക്രിസ്തു പറയുകയാണ് 7-ാം വാക്യത്തിൽ, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. പ്രിയമുള്ളവരെ, യേശു വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. മറിയത്തിൻ്റെ ഇഷ്ടം ചെയ്യാനല്ല യേശു വന്നിരിക്കുന്നത്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അതുകൊണ്ട് പിതാവ് അനുവാദം കൊടുക്കുന്നില്ല എങ്കിൽ മറിയം എത്ര തന്നെ യേശുവിനോട് അവർക്ക് വീഞ്ഞില്ല 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 എന്ന് പറഞ്ഞാലും ക്രിസ്തു വീഞ്ഞാക്കുകയില്ല. കാരണം മറിയത്തിൻ്റെ ഇഷ്ടം ചെയ്യാനോ മറിയത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ മേൽ പ്രവർത്തിക്കുവാനോ അല്ല യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് കാനായിലെ കല്യാണം. അതേ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വാക്യത്തിലാണ് നാം നേരത്തെ വായിച്ച വാക്യം. ക്രിസ്തു പറയുകയാണ്, എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. പിന്നെ എന്തുകൊണ്ട് കാനായിൽ വെള്ളം ക്രിസ്തു വീഞ്ഞാക്കി? പിതാവായ ദൈവത്തിൻ്റെ സമയം വന്നു. പിതാവായ ദൈവം വെള്ളം വീഞ്ഞാക്കുവാൻ ക്രിസ്തുവിന് അനുവാദം നൽകി. അപ്പോഴാണ് അവിടെ വെള്ളം വീഞ്ഞായത്. പലരുടെയും തെറ്റിദ്ധാരണ യേശുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എങ്കിലും മറിയം ശക്തമായി നിർബന്ധിച്ചാൽ യേശു ആ കാര്യം ചെയ്തു കൊടുക്കും എന്നാണ്. അത് തെറ്റിദ്ധാരണയാണ്. മറിയത്തിൻ്റെ ഇഷ്ടം ചെയ്യാനോ മറിയത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ജീവിക്കാനോ അല്ല ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. സ്വന്തം ഇഷ്ടം ഒരിക്കൽ പോലും ചെയ്തില്ല. പിതാവിൻ്റെ കൽപ്പന വന്നു, അപ്പോഴാണ് യേശു അവിടെ വെള്ളം വീഞ്ഞാക്കിയത്. എബ്രായ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണ്. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയാണ്. സങ്കീർത്തനങ്ങൾ 40:8 എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ഇതും ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണ്. സങ്കീർത്തനം 40:7 മുതൽ വായിക്കുമ്പോൾ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ കർത്താവ് വീണ്ടും പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്
എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മറിയത്തിൻ്റെയോ തൻ്റെ ശിഷ്യന്മാരുടെയോ മറ്റേതെങ്കിലും മനുഷ്യൻ്റെയോ ഇഷ്ടം നിറവേറ്റാനായിട്ടല്ല, സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടാണ് വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39 മുതൽ വായിക്കുന്നു. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കവിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. 2-ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. സ്വന്തം ഹിതം നിറവേറ്റാനല്ല ക്രിസ്തു വന്നത്, പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം വാസ്തവത്തിൽ വീണ്ടും ജനിച്ച ദൈവമക്കളാണെങ്കിൽ ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഇഷ്ടമല്ല, സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പിതാവിൻ്റെ ഹിതം നിറവേറ്റി നമുക്ക് ഇക്കാര്യത്തിന് ഒരു മാതൃക തന്നിരിക്കുകയാണ്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഏത് രീതിയിലാണ് ദൈവം തൻ്റെ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരിക? അങ്ങയുടെ തിരുമനസ് അഥവാ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ തിരുഹിതം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അത് ഏത് രീതിയിലാണ് വെളിപ്പെടുത്തി തരിക? ചിലപ്പോൾ ഒരു ഓഡിബിൾ വോയിസ്, വ്യക്തമായി നമ്മുടെ ചെവിയിൽ കേൾക്കത്തക്ക രീതിയിൽ ഇന്ന കാര്യം നീ ചെയ്യുക എന്ന് ദൈവം നമ്മോട് സംസാരിച്ചു എന്ന് വരാം. ഇന്നും ദൈവം അപ്രകാരം തൻ്റെ ഹിതം പലർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ പൊതുവെ ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. കാരണം വിശുദ്ധ ബൈബിൾ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ഹിതം ഈ തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ ഇത് ജീവൻ്റെ വചനങ്ങളാണ്, ഇത് സംസാരിക്കുന്ന വചനങ്ങളാണ്. ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്ന, അതിനായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സ്വർഗീയ പിതാവ് തൻ്റെ വചനത്തിലൂടെ നാം പോകേണ്ട വഴി നമ്മെ വ്യക്തമായി കാണിച്ചു തരും. ഇനി മൂന്നാമതായി ദൈവം തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന നിർദ്ദേശങ്ങളാൽ ആണ്. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം നമ്മോട് പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു പ്രത്യേക കാര്യം നാം ചെയ്യണോ ചെയ്യാതിരിക്കണമോ, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ആ കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ നമുക്ക് പ്രേരണ തരും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ബെസ്റ്റ് ഗൈഡാണ്, ഏറ്റവും നല്ല സഹായകനാണ്, ആശ്വാസപ്രദനാണ്. വഴിയറിയാതെ നിൽക്കുമ്പോൾ വഴി ഏതെന്ന് നമുക്ക് കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ചില പ്രേരണ തന്ന്, ചിലപ്പോൾ വചനത്തിലൂടെ തന്നെ പരിശുദ്ധാത്മാവ്
ആലോചന തന്ന് സ്വർഗീയ പിതാവിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും. വിശുദ്ധ ബൈബിളുമായി ബന്ധമില്ലാതെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാതെ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. സങ്കീർത്തനങ്ങൾ 32:8-9 വാക്യങ്ങൾ: ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിൻ്റെ വരുതിയിൽ നിൽക്കുകയില്ല. 8 വാക്യത്തിൽ: ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. സങ്കീർത്തനങ്ങൾ 25:9: സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രാർത്ഥിച്ചാൽ ഉടനെ നമുക്ക് ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുമോ? ചില വിഷയങ്ങളിൽ നാം പ്രാർത്ഥിച്ച ഉടനെ തന്നെ സ്വർഗീയ പിതാവ് അവിടുത്തെ തിരുഹിതം നമുക്ക് വെളിപ്പെടുത്തി എന്ന് വരാം. എന്നാൽ ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുകയില്ല. അതുകൊണ്ട് നാം ദീർഘക്ഷമയോടെ പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കണം. നിശ്ചയമായും ഒരു ഉത്തരം അവിടുന്ന് തരും. സങ്കീർത്തനങ്ങൾ 27-14 വാക്യം: കർത്താവിനായി കാത്തിരിക്കൂ, ശക്തരാകൂ, നിങ്ങളുടെ ഹൃദയം ധൈര്യമാർജിക്കട്ടെ. അതെ, കർത്താവിനായി കാത്തിരിക്കൂ. സങ്കീർത്തനങ്ങൾ 27:14: കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 37:34 വാക്യം ആദ്യ ഭാഗം വായിക്കുന്നു: കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. സുഭാഷിതങ്ങൾ 20:22: തിന്മയ്ക്ക് ഞാൻ പകരം വീട്ടും എന്ന് പറയരുത്, കർത്താവിന് വേണ്ടി കാത്തിരിക്കൂ, അവൻ നിന്നെ സഹായിക്കും. ദൈവഹിതം ചെയ്യുമ്പോൾ എപ്പോഴും സന്തോഷം മാത്രമാണോ നമുക്കുണ്ടാവുക? ദൈവഹിതം ചെയ്യുമ്പോൾ എപ്പോഴും സന്തോഷം മാത്രമല്ല, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുമ്പോൾ ചിലപ്പോൾ വേദനയുണ്ടാകും. ദൈവത്തിൻ്റെ ഹിതം ചില കാര്യങ്ങളിൽ നാം നിറവേറ്റുമ്പോൾ വലിയ പരിശുദ്ധാത്മ സന്തോഷവും ഉണ്ടാകും. ചിലപ്പോൾ ഞെരുക്കത്തിൻ്റെ പാതയിലൂടെ നടന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഹിതം ചെയ്യേണ്ടതായി വരും. പല ദൈവദാസന്മാരോടും സുവിശേഷം അറിയിക്കുവാൻ ദൈവം കൽപ്പന നൽകിയപ്പോൾ അവരുടെ സ്വന്തം ദേശം, അവരുടെ ഭവനത്തിലെ അംഗങ്ങൾ ഇതെല്ലാം വിട്ട് അവർ ദൂരദേശത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും സുവിശേഷ വേല ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ കഷ്ടത സഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന ധാരാളം ദൈവദാസന്മാരുണ്ട്. കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം ചെയ്തു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരുവാൻ പ്രാർത്ഥിച്ചു. എന്നാൽ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റണം എന്നും പ്രാർത്ഥിച്ചു. പിതാവിൻ്റെ ഇഷ്ടം യേശു ആ പാനപാത്രം, കൈപ്പേറിയ പാനപാത്രം, വേദനയുടെ പാനപാത്രം കുടിക്കുക എന്നത് തന്നെയായിരുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മോട് പറയുന്നത് അവനെ തകർത്ത് കളയുവാൻ, യേശുവിനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതം വേദനയോടെ തന്നെ നമുക്ക് നിറവേറ്റേണ്ടതായി വരും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, എപ്പോഴെല്ലാം നാം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നുവോ, വേദന നിറഞ്ഞ സാഹചര്യത്തിലാണ് എങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ നമുക്ക് മനസ്സൊരുക്കമാണെങ്കിൽ പരിശുദ്ധാത്മാ സഹായവും ദൈവകൃപയും നമ്മോടുകൂടെ ഏത് സാഹചര്യത്തിലും ഉണ്ടാകും. അപ്പസ്തോലനായ പൗലോസ് സുവിശേഷ നിമിത്തം നിരവധി തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. കഷ്ടമനുഭവിക്കുമ്പോഴെല്ലാം പൗലോസ് ഏകനായിരുന്നില്ല, കർത്താവിൻ്റെ സാന്നിധ്യവും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം 7 മുതൽ വായിക്കുന്നു: തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു.
അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. ഏതെങ്കിലും ചില കാര്യങ്ങളിൽ മാത്രം നാം ദൈവഹിതം ചെയ്താൽ മതിയോ? പോരാ. ചില കാര്യങ്ങളിൽ മാത്രമല്ല, സകല കാര്യങ്ങളിലും സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. നമ്മുടെ കുടുംബജീവിതം, സഭാജീവിതം, ചിന്താമണ്ഡലം, വൈകാരിക മേഖല, ജോലി, സാമ്പത്തിക കാര്യങ്ങൾ, എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ഹിതമാണ് നിറവേറേണ്ടത്. ചില കാര്യങ്ങളിൽ മാത്രം ഇന്ന് ദൈവത്തിൻ്റെ ആലോചന അതിന് പ്രാധാന്യം കൊടുക്കുകയും മറ്റു പല കാര്യങ്ങളിലും സ്വന്തം ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്ന ധാരാളം പേരെ കാണാനായിട്ട് കഴിയും. ഇന്ന് പലരും ചില കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തിൻ്റെ ഹിതം ആ മേഖലകളിൽ ചെയ്യുകയും, എന്നാൽ മറ്റു പല മേഖലകളിലും സ്വന്തം ഇഷ്ടം നിറവേറ്റി മുന്നോട്ട് പോകുന്ന ധാരാളം പേരെ കാണാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ഭരണം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും പിന്നെ ഭരിക്കേണ്ടത് കർത്താവ് തന്നെയായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യത്തിൽ പോലും സ്വന്തം ഇഷ്ടം ചെയ്തില്ല. യേശുക്രിസ്തു എല്ലാ മേഖലകളിലും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമാണ് ചെയ്തത്. വേദന നിറഞ്ഞതായാലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, ആ കാര്യത്തിനാണ് കർത്താവായ യേശുക്രിസ്തു ഒന്നാം സ്ഥാനം നൽകിയത്. അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഏതെങ്കിലും തിരുസ്വരൂപത്തെ വണങ്ങിയാൽ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു സ്വരൂപത്തെയും ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. ഇതാണ് സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന. പുറപ്പാട് 20-ാം അധ്യായത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പനയിൽ രണ്ടാമത്തെ കൽപ്പനയാണ്, ഒരു സ്വരൂപത്തെ അല്ലെങ്കിൽ പ്രതിമയെ നീ ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, പ്രണമിക്കരുത്, മാത്രമല്ല അതിനെ ആരാധിക്കുകയും അരുത്. അങ്ങയുടെ തിരുമനസ്, തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഉടനെ തന്നെ ബ്രദറിന് ആ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് എതിരായി ഒരു സ്വരൂപത്തെ വണങ്ങുവാൻ എങ്ങനെ സാധിക്കും? അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ തിരുമനസ്സിന് വിപരീതമായി യാതൊരു ആചാരങ്ങളും നാം നടത്തുകയില്ല. എൻ്റെ സഭാ ലീഡേഴ്സിൻ്റെയും എൻ്റെ വീട്ടിലുള്ളവരുടെയും ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായാൽ ഞാൻ എന്തു ചെയ്യും? അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ എന്നിലും നിറവേറട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അത് പ്രവർത്തിക്കുവാൻ നാം തയ്യാറായാൽ അത് പലപ്പോഴും മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിരിക്കും. പലപ്പോഴും സഭാ നേതാക്കളുടെ ഇഷ്ടം, നമ്മുടെ സ്വന്തം ഭവനത്തിലുള്ള വ്യക്തികളുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നേരെ വിപരീതമാകാറുണ്ട്. ഭാര്യയുടെ ഇഷ്ടം, ഭർത്താവിൻ്റെ ഇഷ്ടം, മക്കളുടെ ഇഷ്ടം, വൈദികൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ പാസ്റ്ററുടെ ഇഷ്ടം ചിലപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് നേരെ എതിരായി തീരാറുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നാം എന്തു ചെയ്യണം? ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ ഇഷ്ടമല്ല നാം നിറവേറ്റേണ്ടത്, ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ നാം നിറവേറ്റണം. ഇങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി മനുഷ്യൻ്റെ ഇഷ്ടം നിലകൊള്ളുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി നിൽക്കുമ്പോൾ, നാം മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തെയും മനുഷ്യനെയും ഒരുമിച്ച് നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10 മുതൽ വായിക്കുന്നു. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റേതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. സ്നാനത്തെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് ചിലർ സ്നാനപ്പെടാത്തത്? കാരണം പലരും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനല്ല മുൻഗണന കൊടുക്കുന്നത്.
മനുഷ്യരെ പ്രസാദിപ്പിക്കാനാണ് അവർക്ക് ആഗ്രഹം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. മർക്കോസ് 16:16. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:38. അതിൽ പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. വിശ്വസിച്ചവരും മാനസാന്തരപ്പെട്ടവരും സ്നാനപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം. ദൈവത്തിൻ്റെ ഹിതം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത് പ്രധാനമായും ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലൂടെയാണ്. അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ എന്നിലും നിറവേറട്ടെ എന്ന് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ സ്നാനത്തെ സംബന്ധിച്ച് ഇതുപോലെ ദൈവവചനത്തിലെ മറ്റു കൽപ്പനകളെക്കുറിച്ച് ദൈവം വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടും ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ഹിതം പലർക്കും ദൈവം വെളിപ്പെടുത്തിയിട്ടും അവരതനുസരിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനല്ല, മനുഷ്യൻ്റെ ഇഷ്ടത്തിനാണ്, ഭർത്താവിൻ്റെ ഇഷ്ടത്തിന്, ഭാര്യയുടെ ഇഷ്ടത്തിന്, പള്ളിയിലെ സഭാ നേതാവിൻ്റെ ഇഷ്ടത്തിന് ഒക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം വെളിപ്പെടുത്തിയാലും അനുസരിക്കാതെ ജീവിക്കുന്ന ധാരാളം പേർ ഇന്നും ഉണ്ട്. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ദൈവ ഇഷ്ടം അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? പലരും അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തു കൊള്ളാം ആ ഒരു താല്പര്യം വെച്ചുകൊണ്ടല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പലരും ഇന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവ ഇഷ്ടം ദൈവം വെളിപ്പെടുത്തിയാൽ അത് ഞാൻ ചെയ്യാം ആ ഒരു മനോഭാവത്തോടു കൂടിയല്ല. പ്രാർത്ഥന ഒരു ജൽപ്പനം എന്ന പോലെ, ഒരു അതിഭാഷണം എന്ന പോലെ, ഒരു മതത്തിൽ പറഞ്ഞിരിക്കുന്ന ചടങ്ങ് എന്ന പോലെ എല്ലാ ദിവസവും വൈകിട്ട് ഈ പ്രാർത്ഥന കാണാപ്പാഠം ചൊല്ലുന്ന ധാരാളം പേരുണ്ട്. അവർ ചൊല്ലുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയൊന്നുമല്ല, പിന്നെയോ ഒരു മതകർമ്മം എന്ന രീതിയിൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം എനിക്ക് വെളിപ്പെടുത്തിയാൽ ഞാൻ നിശ്ചയമായും അത് ചെയ്യും. അങ്ങനെ ആത്മാർത്ഥതയുള്ള മനസ്സോടെയാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്ക് തൻ്റെ ഹിതം എല്ലാ കാര്യങ്ങളിലും വെളിപ്പെടുത്തി തരും. എന്നാൽ നേരത്തെ ബ്രദർ ചോദിച്ചല്ലോ, പലരും അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ ഹിതം അവർക്ക് ഒട്ടും അറിയുന്നില്ല. അതിന് കാരണം അവർ പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥതയോടുകൂടിയല്ല. സ്നാനത്തെ സംബന്ധിച്ചുള്ള ദൈവഹിതം തിരുവചനത്തിൽ വ്യക്തമാണ്. ആരാണ് സ്നാനപ്പെടേണ്ടത്, എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത്, സ്നാനത്തിന് വേണ്ട യോഗ്യതകൾ എന്താണ്, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ഹിതം വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്വരൂപത്തെ ഉണ്ടാക്കാനോ ആരാധിക്കാനോ വണങ്ങാനോ പാടില്ല. ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, അത് യേശു ക്രിസ്തുവാണ് എന്ന് 1 തിമോത്തി 2:5 വ്യക്തമായി ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം വ്യക്തമായി വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലരും ഇതൊന്നും അനുസരിക്കുന്നില്ല. കാരണം അവർ ദൈവത്തിൻ്റെ ഹിതം ദൈവം വെളിപ്പെടുത്തിയാൽ ഞാൻ അനുസരിക്കും എന്നുള്ള മനോഭാവത്തോടു കൂടെയല്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ഒരു ജൽപ്പനം എന്ന രീതിയിൽ, അതിഭാഷണം എന്ന രീതിയിൽ, ഒരു മതകർമ്മം എന്ന രീതിയിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുകയില്ല. ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞില്ല എങ്കിൽ കുഴപ്പമേയുള്ളൂ. ദൈവത്തിൻ്റെ ഹിതം അറിയാതെ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് ദൈവം തൻ്റെ തിരുമനസ്സ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? കേവലം ദൈവത്തിൻ്റെ ഹിതം അറിയാൻ വേണ്ടി മാത്രമല്ല, അത് നാം ചെയ്യാൻ വേണ്ടിയാണ്, പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ഒരു സഭയിൽ നമുക്ക് അംഗത്വം കിട്ടും, സമൂഹം നമ്മളെ ആദരിച്ചു എന്ന് വരാം, ഭക്തൻ എന്ന് നമ്മെ മുദ്ര കുത്തിയെന്നും വരാം, ദൈവത്തിൻ്റെ ഹിതം ചെയ്യാതെ തന്നെ. പക്ഷേ കർത്താവ് പറഞ്ഞു മത്തായി 7:21, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം അറിയുക എന്നുള്ളത് ഒരു മസ്റ്റാണ്. നിർബന്ധമായും അറിഞ്ഞിരിക്കണം ദൈവത്തിൻ്റെ ഹിതം. അത് വചനത്തിലൂടെ കർത്താവ് തൻ്റെ ഹിതം
സദാ വെളിപ്പെടുത്താൻ അവിടത്തേക്ക് തിരുമനസ്സാണ്. ഇനി ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞില്ല എങ്കിൽ ഈ ഭൂമിയിലും നാം എടുക്കുന്ന ചില ചുവടുകൾ താളം പിഴയ്ക്കും. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നല്ലത് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കിയാൽ വലിയ അബദ്ധമായിരിക്കും വരിക. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നുവെന്നാണ് ഹോശേയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഹോശേയ 4:6 പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ദൈവം തൻ്റെ വഴി എന്നെ അറിയിച്ചാൽ സ്വരൂപങ്ങളുടെയോ പ്രതിമകളുടെയോ അടുക്കൽ പോകുവാൻ എനിക്ക് സാധിക്കുമോ? സാധിക്കില്ല. ഏശയ്യ 30-20-21 വാക്യങ്ങൾ വായിക്കുന്നു. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും. ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കൾ എന്ന പോലെ എറിഞ്ഞു കളയും. പലരും ഇന്ന് പറയാറുണ്ട്, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേട്ടു, ദൈവം തൻ്റെ ഹിതം എന്നെ വെളിപ്പെടുത്തി. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ നിരവധിയായ സ്വരൂപങ്ങളുടെ അരികിലേക്ക് പോയി അവയെ വണങ്ങുകയും വന്ദിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ തിരുവചനം നമ്മോട് ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും. ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കൾ എന്ന പോലെ എറിഞ്ഞു കളയും. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലൂടെ പോകുക. യഥാർത്ഥത്തിൽ ദൈവം ഒരുവനോട് സംസാരിച്ചാൽ അവന് പിന്നെ പഴയതുപോലെ സ്വരൂപങ്ങളെ വണങ്ങാനോ സ്വരൂപങ്ങളെ ആദരിക്കാനോ സാധിക്കുകയില്ല എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മോട് വ്യക്തമായി പറയുന്നു. ഇതുവരെ ആദരിച്ചിരുന്ന, തല കൊമ്പിട്ടിരുന്ന, തോളിലെടുത്തിരുന്ന, അലങ്കരിച്ചു വെച്ചിരുന്ന സാധനങ്ങളെ നിന്ദ്യമായൊരു വസ്തു എന്ന പോലെ കാണണമെങ്കിൽ ദൈവത്തിൻ്റെ ഗൈഡൻസ് ലഭിക്കണം. എന്നാൽ സ്വരൂപ വണക്കത്തെക്കുറിച്ച് ബ്രദർ ദൈവത്തിൻ്റെ ഗൈഡൻസ് അവഗണിച്ച് ചില സഭാ സംഘടനകളുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ മരണം വരെ ഒരു സ്വരൂപ വണങ്ങിയായി ജീവിക്കേണ്ടി വരും. പലരും ഇന്ന് ദൈവഹിതത്തെ നിസ്സാരമായി കാണുന്നു, ഗൗരവമായി എടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ശരിയാണ്, പലരും ഇന്ന് ദൈവഹിതത്തെ നിസ്സാരമായാണ് കാണാറ്. ദൈവം ചില കാര്യങ്ങൾ വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടും അതനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്ന പലരെയും നമുക്ക് കാണാനായി കഴിയും. ദൈവം തൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ തിരുഹിതം വ്യക്തമായി ദൈവം വചനത്തിലൂടെ പലർക്കും വെളിപ്പെടുത്തിയിട്ടും അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിന് കാരണം ദൈവമാണ് ഏറ്റവും വലിയ അതോറിറ്റി എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു സ്ഥാപനത്തിൽ ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ബോസ് വളരെ കാർക്കശ്യമുള്ളവനാണ്. ഈ ജോലിക്കാരനോട് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ജോലിക്കാരൻ പറഞ്ഞു, എൻ്റെ ബോസിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി ഞാനൊന്നും ചെയ്യുകയില്ല. ആ ബോസ് ശക്തനായ ഒരു അധികാരിയായതുകൊണ്ട് ആ ബോസിൻ്റെ കൽപ്പനകൾക്ക് വിരോധമായി പോകുവാൻ ജീവനക്കാരൻ താല്പര്യപ്പെടുന്നില്ല. ഈ ലോകത്തിൽ പ്രസിഡൻറ്റുമാരുണ്ട്, പ്രധാനമന്ത്രിമാരുണ്ട്. അവരുടെയെല്ലാം കൽപ്പന വളരെ കൃത്യമായി പലരും അനുസരിക്കും. കാരണം പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും വലിയ ആൾക്കാരാണ് എന്നവർക്ക് അറിയാം. അതുപോലെ തന്നെ ഓരോ രാജ്യത്തിനും ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിരോധമായി പോകാൻ പറഞ്ഞാൽ ചില വ്യക്തികൾ ഇപ്രകാരം പറയും,
എന്തു തന്നെ വന്നാലും ഞാൻ ഭരണഘടനയ്ക്ക് വിരോധമായി പറയുകയോ ചെയ്യുകയോ ഇല്ല. കാരണം ഞാൻ ഭരണഘടനയ്ക്ക് വിരോധമായി നീങ്ങിയാൽ വലിയ ശിക്ഷയാണ് എന്നെ കാത്തിരിക്കുക. എന്നാൽ ഭരണഘടനകളെക്കാളും പ്രസിഡൻറ്റിനേക്കാളും ചക്രവർത്തിമാരെക്കാളും ബോസിനേക്കാളും മജിസ്ട്രേറ്റിനേക്കാളും ഈ ഭൂമിയിലെ സകല അധികാരികളെക്കാളും ഏറ്റവും വലിയ അധികാരി, ഗ്രേറ്റ് അതോറിറ്റിയാണ് കർത്താവ്. ആ കർത്താവിൻ്റെ കൽപ്പന, ആ കർത്താവിൻ്റെ ഹിതം ദൈവം നമുക്ക് വെളിപ്പെടുത്തിയാൽ ചോദ്യം ചെയ്യാതെ അതനുസരിക്കുവാൻ നാം തയ്യാറാകണം. കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി നാം പോയാൽ അതിൻ്റെ പ്രത്യാഘാതം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരും. ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല, മരണശേഷമുള്ള നമ്മുടെ ജീവിതത്തിലും. ഏതെങ്കിലും രാജ്യത്തിലെ പ്രധാനമന്ത്രിയുടെയോ വലിയ ഓഫീസറുടെയോ പ്രസിഡൻറ്റിൻ്റെയോ കൽപ്പന നാം ലംഘിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ മാത്രമാണ് അതിൻ്റെ പ്രത്യാഘാതം നാം അനുഭവിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന, ഏറ്റവും വലിയ അധികാരിയുടെ കൽപ്പന, അവിടുത്തെ ഹിതം ദൈവം നമ്മെ അറിയിച്ചിട്ടും അതിന് വിരോധമായി നീങ്ങിയാൽ അതിൻ്റെ പ്രത്യാഘാതം ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല നാം അനുഭവിക്കുക, വരാനിരിക്കുന്ന നിത്യതയിലും അനുഭവിക്കും. ഈ കാര്യം ദൈവമാണ് ഏറ്റവും വലിയ അതോറിറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ഹിതം വളരെ വ്യക്തമായി ദൈവം പലർക്കും വചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടും അവരതിന് കീഴ്പ്പെടാതിരിക്കുന്നത്. ഭർത്താവിനോട് ദൈവം സംസാരിച്ചു വചനത്തിലൂടെ, നീ വചനപ്രകാരം സ്നാനം സ്വീകരിക്കണം. പക്ഷേ അദ്ദേഹം പറയുന്നത് എൻ്റെ ഭാര്യ അതിനെതിരാണ്, അല്ലെങ്കിൽ എൻ്റെ സഭാ നേതാവ് അതിനെതിരാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഞാൻ ഈ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിന് എതിരാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ദൈവത്തേക്കാൾ ഉപരി മനുഷ്യന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന പലരുമുണ്ട്. കാരണം അവർക്ക് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അധികാരം അതിനെക്കുറിച്ച് അല്പം മാത്രമേ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ജീവനും ശ്വാസവും തന്ന ഈ നിമിഷം വരെ നമ്മെ നിലനിർത്തിയിരിക്കുന്നത് ഏതെങ്കിലും സഭാ നേതാവല്ല, ഏതെങ്കിലും രാഷ്ട്രീയ അധികാരിയല്ല, ഭാര്യയല്ല, ഭർത്താവല്ല, നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളുമല്ല. ജീവൻ തന്ന് ഇതുവരെ നമ്മളെ പരിപാലിച്ചത് കർത്താവാണ്. ഏത് നിമിഷവും ആ ജീവൻ തിരിച്ചെടുക്കാനും ഈ കർത്താവിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന വ്യക്തമായി വചനത്തിലൂടെ ദൈവം നമ്മെ അറിയിച്ചിട്ടും നാം സമൂഹത്തെ, കുടുംബത്തെ അല്ലെങ്കിൽ സഭാധികാരികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കർത്താവിൻ്റെ കൽപ്പനയെ നിസ്സാരമാക്കിയാൽ വലിയ അപകടമാണ് വരിക എന്ന കാര്യം എല്ലാവരും ഗ്രഹിച്ചിരിക്കണം. ദൈവത്തിൻ്റെ ഹിതത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ വിജയവും ലാഭവും മാത്രമാണോ ഉണ്ടാവുക? ദൈവത്തിൻ്റെ ഹിതത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും വിജയവും ലാഭവും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻഗണന കൊടുത്ത് ജീവിച്ച വ്യക്തിയായിരുന്നു പഴയ നിയമത്തിലെ ഇയ്യോബ്. നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദൈവഭക്തനാണ്. പക്ഷേ എത്രമാത്രം തകർച്ചകളാണ് തൻ്റെ ജീവിതത്തിൽ വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇയ്യോബ് അഥവാ ജോബ്, മക്കൾ നഷ്ടപ്പെട്ടു, ശരീരത്തിൽ വലിയ രോഗം വന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം മാത്രം നിറവേറിയാൽ മതി. അങ്ങനെയാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ രോഗം വന്നാലും ദൈവമേ അങ്ങേക്ക് നന്ദി, ഭാര്യ മരിച്ചാലും ദൈവമേ അങ്ങേക്ക് നന്ദി, ജോലി നഷ്ടപ്പെട്ടാലും സാമ്പത്തികമായി തകർന്നാലും ദൈവമേ അങ്ങേക്ക് നന്ദി. കാരണം ആ ഭക്തനറിയാം ഇതൊന്നും യാദൃച്ഛികമായി വന്നതല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. വളരെ ഭക്തനായി ജീവിച്ച ഭർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹിക്കുന്ന ഭർത്താവ് മരിച്ചപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഭാര്യമാരുണ്ട്. മക്കൾ മരിച്ചപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ മാതാപിതാക്കളുണ്ട്. നാം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം മാത്രം നിറവേറിയാൽ മതി, ആ കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കുന്നവരാണ് എങ്കിൽ ഏത് നഷ്ടം വന്നാലും ലാഭം വന്നാലും കോട്ടം വന്നാലും നാം ദൈവത്തെ സ്തുതിക്കും.
ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾക്കൊരു കാര്യം അറിയാം, ഒന്നും യാദൃച്ഛികമായിട്ടല്ല വന്നത്. ഈ തകർച്ചയും ഈ നഷ്ടവും ദൈവഹിതമാണ്. റോമാലേഖനം 8-28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി പരിണമിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. രോഗിയായ ഒരു സഹോദരന് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചിട്ടും ആ ബ്രദറിന് രോഗസൗഖ്യം ലഭിക്കുന്നില്ലെങ്കിൽ നാം എന്തു ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. രോഗം വന്നാൽ പ്രാർത്ഥിക്കാം. പത്രോസ് തടവിൽ കിടന്നപ്പോൾ സഭയിലെ വിശ്വാസികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ചില വിഷയത്തിന് നേരത്തെ പറഞ്ഞതുപോലെ രോഗിയായ ഒരു സഹോദരന് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചിട്ടും യാതൊരു വ്യത്യാസവും കാണാതിരിക്കുമ്പോൾ ദൈവമേ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് നാം ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴടങ്ങണം. ദൈവമേ ഈ കാര്യത്തിൽ അങ്ങയുടെ ഹിതം എന്താണ് അതറിയാനും കൂടി നാം താല്പര്യമുള്ളവരായിരിക്കണം. രോഗത്തിന് സൗഖ്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. ഈ വിഷയത്തിൽ അങ്ങയുടെ ഹിതം എന്താണ് അതിനും കൂടി നാം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കണം. രോഗത്തിൻ്റെ കാര്യത്തിലായാലും മറ്റേത് വിഷയത്തിലായാലും ദൈവഹിതമാണ് നടക്കേണ്ടത്. ദൈവഹിതം ചെയ്യുന്ന സഹോദരൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നാൽ എന്തു ചെയ്യും? എപ്പോഴും ദൈവഹിതം ചെയ്യുന്ന ഒരു സഹോദരന് തടസ്സം വന്നാലും അതും നന്മയ്ക്ക് തന്നെയാണ്. അപ്പസ്തോലനായ പൗലോസ് ആസിയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് തടുത്തു. പിന്നീട് മക്കദോനിയിൽ പോകുകയും ദൈവഹിതപ്രകാരം അവിടെ ഒരു സഭ ഫിലിപ്പിയിൽ ഉണ്ടാകുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഹിതത്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ചില തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും അതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യാപാരി അദ്ദേഹം ധാരാളം പണവും വസ്തുവകകളുമായി കുതിരപ്പുറത്ത് മടങ്ങുകയായിരുന്നു. അപ്പോൾ ശക്തമായി മഴ പെയ്തു. തൻ്റെ വസ്തുക്കളെല്ലാം നനഞ്ഞു. അങ്ങനെ ഒരു മഴ പെയ്തത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമായില്ല. ആകെ നനഞ്ഞു കുതിർന്നു. അദ്ദേഹം കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു കാട്ടിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പണം അപഹരിക്കാനും ഇദ്ദേഹത്തെ കൊല്ലുവാനുമായി ഒരു മോഷ്ടാവ് അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കണ്ടയുടനെ തോക്കെടുത്ത് ആ കള്ളൻ വെടിവെച്ചു. എന്നാൽ ശക്തമായ മഴയിൽ ആ തോക്ക് കുതിർന്നു പോയതുകൊണ്ട് ആ തോക്ക് വർക്ക് ചെയ്തില്ല. അങ്ങനെ വ്യാപാരി രക്ഷപ്പെട്ടു. അപ്പോൾ ആ വ്യാപാരിക്ക് ഒരു കാര്യം മനസ്സിലായി, ആ മഴ വന്നത് എത്രയോ നല്ലതായി, അതുകൊണ്ടാണല്ലോ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് മാത്രമാണ് നാം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ചില തടസ്സങ്ങൾ വരുന്നത് നല്ലതാണ്. അത് അനുഗ്രഹത്തിന് തന്നെയാണ്. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദൈവഹിതം ചെയ്യുവാൻ ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും അത് നന്മയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമീൻ.